ഇനി ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. തലയിൽ തൊപ്പിയും വെച്ച് മഞ്ഞ പെയിന്റ് അടിച്ച ഹെർക്കുലീസ് സൈക്കിളിൽ നാട് ചുറ്റി റേഡിയോ സംഗീതം കേൾപ്പിച്ചിരുന്ന ഒരാളെ പരിചയപ്പെടുകയാണ്. കൊല്ലം കൊട്ടാരക്കര കലയപുരം സ്വദേശി റേഡിയോ ഭാസ്കരനാണ് 67-ാം വയസ്സിലും സൈക്കിളിൽ കറങ്ങുന്നത്. കണ്ണുകൾ ദാനം ചെയ്യൂ, കൃഷിയെ പ്രോത്സാഹിപ്പിക്കൂ എന്നുള്ള സന്ദേശത്തിന് പുറമെ ഭാസ്കരന്റെ യാത്രാ വിവരണവും സൈക്കിളിൽ എഴുതി വെച്ചുകൊണ്ടാണ് യാത്ര. കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട്. 60 വർഷമായി ഒരു സൈക്കിളിനെ ജീവനതുല്യം സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ഭാസ്കരൻ എന്നാണ്. കൊല്ലം ജില്ലയിലെ കലയപുരത്താണ് ഇദ്ദേഹത്തിന്റെ വീട്. 65 പ്രാവശ്യത്തിൽ കൂടുതൽ ശബരിമലയിൽ പോയി. അദ്ദേഹം ശബരിമല യാത്ര ചെയ്തതിന്റെ എല്ലാം തന്നെ ഈ വാഹനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. തന്നെയല്ല, ഈ വാഹനത്തിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു റേഡിയോ വെക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും പാട്ട് കേൾപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ റേഡിയോ ഭാസ്കരൻ എന്ന് പേര് വീണത്. ഇപ്പോഴും ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സൈക്കിളിൽ ഇപ്പൊ ഈ സൈക്കിൾ ഒന്നാമത്തെ കാര്യം മരുന്നടി, അതാണ് പ്രധാനം. അതിന്റെ പേരിൽ സൈക്കിള് പോകുമ്പോ എവിടെയെങ്കിലുമൊക്കെ ദൂരമൊക്കെ കൊണ്ടുപോകാം. അത് ആ സൈക്കിള് കളയത്ത്. ഇപ്പോഴും മരുന്നടിയുണ്ട്. ഇപ്പൊ പിന്നെ പോച്ചയുടെ പണിയേ ഉള്ളൂ, മറ്റുള്ള എല്ലാം നിർത്തി. പിന്നെ റബ്ബറിന്റെയും തെങ്ങിന്റെ നെല്ല് മറ്റുള്ള എല്ലാ കൃഷിക്കും ഉണ്ടായിരുന്നു. അതിനിപ്പം വയ്യ. 77 വയസ്സായി. ഇനിയിപ്പോ ഒക്കെയല്ല. 60 മുതൽ തുടങ്ങിയതാണ്. റബ്ബർ തോട്ടങ്ങളിലോ അതുപോലെ തന്നെ പറമ്പുകളിൽ നിന്നെല്ലാം ഈ റേഡിയോ സംഗീതം ഉയർന്നു കേട്ട് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവും അവിടെ ഭാസ്കരൻ ചേട്ടൻ ഉണ്ട് എന്ന്. കാരണം ഈ സൈക്കിളിനോടൊപ്പം തന്നെ അദ്ദേഹം കൊണ്ടു നടക്കുന്ന ഒരു ഉപകരണമാണ് റേഡിയോ. ആദ്യ കാലഘട്ടം മുതൽ തന്നെ റേഡിയോ സ്വന്തമാക്കുകയും പല സ്ഥലങ്ങളിലായിട്ട് റേഡിയോ കൊണ്ടുപോയി എല്ലാവരെയും പാട്ട് കേൾപ്പിക്കുകയൊക്കെ ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ രീതിയാണ്. അപ്പോൾ റേഡിയോയെ കുറിച്ച് ഒരുപാട് കഥകൾ അദ്ദേഹത്തിന് പറയാനുണ്ട്, ചോദിച്ചറിയാം. റേഡിയോ വാങ്ങിക്കാൻ ആദ്യമായിട്ട് എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു സമയത്ത് ഒരു കൂട്ടുകാരൻ ഗൾഫിൽ പോയി. അപ്പോൾ ആ പോയിട്ട് വന്ന ആള് അന്നത്തെ റേഡിയോ കൊണ്ട് വന്നു അവിടുന്ന്, ഗൾഫിൽ നിന്ന്. അപ്പോൾ അന്നിന്ന് ഇവിടുന്ന് റേഡിയോ ഒന്നുമില്ല, ഈ കൊട്ടാരക്കര താലൂക്കിലേ ഇല്ല, അങ്ങനെ പറയാൻ വേണമെങ്കിൽ. പിന്നെ കുഞ്ഞൊക്കെ ചിലടത്തൊക്കെ ഉണ്ട്, എന്നാലും അത് കേൾക്കാൻ നമുക്ക് സൗകര്യം അന്നേരം ഒക്കെയല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരൻ വന്നപ്പോൾ അയാൾ ഇത് കൊണ്ടുവന്നുകൊണ്ട് നിന്ന് അതിൽ നിന്ന് പിടിച്ചു നോക്കാൻ നോക്കി. ഇങ്ങനെ പിടിക്കാന്ന് വെച്ചപ്പോൾ അമ്മറ്റില്ല. അന്നേരം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വേണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും അന്ന് വിചാരിച്ചു എന്നാൽ എനിക്ക് ഒരെണ്ണം കൊണ്ടു നടക്കണം എന്ന് വിചാരിച്ചു. അന്നേരം അന്ന് ഈ ഒരു ബാൻഡിൻ്റെ റേഡിയോ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടുന്നും ഇല്ല, കൊല്ലത്തേ ഉള്ളൂ. അതിന് ഞാനത് വാങ്ങിക്കാനായിട്ട് അന്ന് ടാപ്പിങ്ങിൻ്റെ ജോലിയാണ് അന്ന് ചെയ്ത്. ടാപ്പിങ് ജോലി ചെയ്ത് അന്ന് ഒരു മാസം ജോലി ചെയ്യുന്നതിന് ഒരു ദിവസം 400 മരം വെട്ടുന്നതിന് 4 രൂപയുണ്ട് അന്ന്. ഇപ്പോഴാണെങ്കിൽ അത് 2000 രൂപയൊക്കെ ഇപ്പോഴത്തെ. ആ 4 രൂപ മിച്ചം വരുത്തി അത് വാങ്ങിക്കാൻ പോയി കൊല്ലത്ത് ചെന്നപ്പോൾ ആ സാധനം ഇല്ല. അപ്പം പിന്നെ എന്തായാലും മർപ്പിയുടെ റേഡിയോ കണ്ടുവച്ച് പോന്നു. അന്നേരം ഇത് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്ന് പിന്നെ ഒരു മാസത്തെ ജോലിയും കൂടെ ചെയ്തതിന് ശേഷം അതിൻ്റെ മിച്ചം കൂടെ ചേർത്ത് പിന്നെ പിറ്റേ മാസം പോയി. അങ്ങനെയൊന്ന് മർപ്പിടെയാണ് വാങ്ങിച്ചത്. അന്ന് ഇതിന് ടാക്സൊക്കെ കൊടുക്കണമായിരുന്നു. അത് ഞാനിങ്ങനെ ടാക്സ് കൊടുക്കാനൊക്കെ ഇരുന്നു. അന്ന് 15 രൂപ അടയ്ക്കണമായിരുന്നു, പോസ്റ്റ് ഓഫീസിലാണ് അടയ്ക്കുന്നത്. അത് റെക്കോർഡൊക്കെ തന്ന് ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ റേഡിയോ കൂടെ പറഞ്ഞ് 3 പാൻറ്റിനെ നിർത്തിയെന്ന്. അതുകൊണ്ട് പിന്നെ അടയ്ക്കേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ് അത് ഞാനൊരു 10-20 വർഷം കൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് പിന്നില്ല ഈ മറ്റേ ചെറിയ ഐറ്റം കിട്ടി, പോക്കറ്റ് ഇടുന്നത്. ആ പോക്കറ്റ് ഇടുന്ന കിട്ടിക്കൊണ്ട് ഇത് കിട്ടിയ സമയത്ത് എല്ലാം വീട്ടിലെല്ലാം കൊണ്ടുപോയി ഞാൻ എല്ലാവരെയും കാണിച്ച് കേൾപ്പിക്കും ഓരോ ദിവസവും. അങ്ങനെ വെച്ചാൽ എല്ലാ വീട്ടിലും പോകും. 40-40 വീടുണ്ട് അന്ന്. ഇന്നിപ്പോൾ 100-100 ആയി. അന്ന് 40-40 വീടേ ഉള്ളൂ. പിന്നെ നമ്മളെ എല്ലായിടത്തും ടിവിയും പിന്നെ എല്ലാ പരിപാടിയും ഉണ്ട്. അങ്ങനെ അന്ന് ഈ മർപ്പിടെ റേഡിയോ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഈ പോക്കറ്റ് റേഡിയോ ആക്കി. അന്നേരം പോക്കറ്റ് ഇട്ടേക്കുക. പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് വയലും വീടും പരിപാടിയൊക്കെ എനിക്ക് കേൾക്കാൻ നേരം. അങ്ങനെ അതിൽ കൂടെ കേട്ട് ഞാൻ ഈ കൃഷി പരിപാടിയെല്ലാം കേട്ട് പഠിച്ച് ചെയ്യുക. വേറെ എനിക്ക് എന്നെ പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചതുമല്ല. ഞാൻ ഇത് കൃഷി ഇങ്ങനെ വയലും വീടും പരിപാടി കേട്ടാ എല്ലാം ചെയ്യുന്നത്. എനിക്കിതുവരെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വെറുതെ സൈക്കിളിൽ ചുറ്റിയടിച്ച് കറങ്ങുക എന്നുള്ളതല്ലായിരുന്നു ഭാസ്കരൻ ചേട്ടന്റെ ഉദ്ദേശം. കൃഷി വികസിപ്പിക്കുക, കേരളത്തെ രക്ഷിക്കൂ, അതുപോലെ തന്നെ കണ്ണുകൾ ദാനം ചെയ്യൂ എന്നുള്ള വലിയൊരു ആഹ്വാനമായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയുടെ പിന്നിൽ. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.